ഹലോ കൊന്നിച്ചിവ. ഇന്നൊരു കുട്ടി കുക്കിംഗ് വ്ളോഗാണ്. അമ്മയെക്കുട്ടി ഇപ്പം ഇവിടെ ജപ്പാനിലെ സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് തൊട്ട് ഇവർക്ക് ഹോം സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ കുക്കിങ്ങും തയ്യലും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. കുക്കിംഗ് ക്ലാസ് തുടങ്ങിയതിൻ്റെ ഒരു ആവേശമാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ ദിവസം കുക്കിംഗ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ചീര വേവിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചീര വാങ്ങിച്ചപ്പം ഇന്ന് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ചീര കഴുകുന്നിടം തൊട്ടേ ഇവരുടെ രീതികളൊക്കെ വ്യത്യാസമാണ്. വേര് തൊട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഇലയൊക്കെ കഴുകി നമ്മളിങ്ങനെ ഒലച്ചെടുത്തല്ലേ കഴുകുന്നത്. ഇവർ ഓരോന്നോരോന്നായിട്ട് പൈപ്പിനടിയിൽ പിടിച്ച് കഴുകിയെടുത്തു. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലൊന്നും ഇട്ടിട്ടില്ല, ഉപ്പൊന്നും ഇട്ടിട്ടില്ല. വേര് 30 സെക്കൻഡ് എണ്ണിക്കൊണ്ടാണ് മുക്കി പിടിച്ചു. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് താഴ്ത്തിയിട്ടിട്ട് പിന്നെ 10 സെക്കൻഡ് എന്തോ അതുപോലെ ആ തിളച്ച വെള്ളത്തിൽ കിടന്നു വെന്തു. എന്നിട്ട് പിന്നെ തണുത്ത വെള്ളത്തിലേക്കാണ് ഈ എടുത്തിട്ട് കഴിഞ്ഞിട്ട് തുണിയൊക്കെ പിഴിയുന്നത് പോലെ ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞു. ഇപ്പോൾ 1-2 ചീരകൾ എടുത്തു വെച്ചിട്ടാണ് ഈ ഓരോ പ്രാവശ്യമായിട്ട് വേവിച്ചത്. എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിടാൻ പറഞ്ഞിട്ടും ആൾ സമ്മതിക്കുന്നില്ല. സ്കൂളിൽ ചിലപ്പോൾ അവരെ അങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അവരുടെ രീതിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്ത പാർട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അളവ് മാറിപ്പോയല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അളവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എല്ലാം ഒരേ അളവിലാണ് സംഭവം കട്ട് ചെയ്ത് വരുന്നത്. എന്നിട്ട് പിന്നെ എല്ലാത്തിനെയും കൂടെ എടുത്ത് അടുക്കി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഒബെന്തോ ലഞ്ച് ബോക്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സെറ്റപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഞ്ച് ബോക്സിൽ നമ്മൾ സാധാരണ പോലെ തന്നെ കുറച്ച് കുക്കുംബറും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ബ്രോക്കോളി പുഴുങ്ങിയതുണ്ട്, തക്കാളിയുണ്ട്, അതെല്ലാം വെച്ചു. പിന്നെ ഇത് ഷൂമായി എന്ന് പറഞ്ഞൊരു ചൈനീസ് ഐറ്റമാണ്, അതും വേവിച്ച് വെച്ചു. പിന്നെ നമ്മുടെ ചീര ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. ഇത് ഒരു ചീരയാണ് ഒരാൾക്ക് സ്കൂളിൽ കൊടുക്കുക. ഒരു ഫുൾ ചീര ഇതുപോലെ കൊടുക്കും. അപ്പോൾ അതേ ഒരു അളവിലാണെന്ന് 1-2 എണ്ണമൊക്കെ ഞാൻ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടും ഇതുപോലെ സ്റ്റെമ്മും ഇലയും എല്ലാം വരുന്ന പാട്ടുകൾ വെച്ചു. പിന്നെ ഒരു കഷ്ണം സാമൺ പൊരിച്ചതുണ്ടായിരുന്നു, അത് വെച്ചു. പിന്നെ ചോറ് വെച്ചു. ലാസ്റ്റ് ചീരയ്ക്കകത്ത് കുറച്ച് സോയ സോസ് ചെറുതായിട്ട് തൂക്കി. അങ്ങനെ ഇന്നത്തേക്കുള്ള ലഞ്ച് ബോക്സ് റെഡി.